അതെ അതെ, ഉണ്ടായിരുന്നവര് ചതിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ? അയ്യോ, ആ അർത്ഥത്തിലൊന്നും അല്ല ആന്റി. ദീനാനുകമ്പയും ഭൂതദയൊക്കെ കൂടുതലുള്ള ഒരാളാ ഞാൻ. നിന്റെ ദീനാനുകമ്പയും ഭൂതദയൊക്കെ കുഞ്ഞുനാള് മുതലേ കാണുന്നവളല്ലേ സുസ്മിത ഞാൻ. ഒരു കല്ല് പെൻസിലോ നാരങ്ങ മുട്ടായോ ഇവളാക്കും വെറുതെ കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അന്നു മുതല്. രോഹിത് കുറച്ച് പാടുപെടേണ്ടി വരും. ആന്റി എന്തൊക്കെയാ പറയുന്നേ? എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ കണ്ണുപൊട്ടിയൊന്നും അല്ല. ഭക്ഷണം കഴിക്കാൻ വരാം. സത്യമേ, അത് ഈ ഷർട്ട് ഞാൻ വെച്ചോട്ടെ? ഇത് നീ വെച്ചോ. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. സുസ്മിത ഗിഫ്റ്റ് തരുന്നതൊക്കെ ഓക്കെ, പക്ഷെ പകരം തിരിച്ചൊന്നും ചോദിക്കരുതെന്ന് സുസ്മിതയോടൊന്ന് പറഞ്ഞേക്കണേ സത്യമേ. ഞാനൊരു പാവമല്ലേ? ഓ അതോ, ഞാൻ പറഞ്ഞു കൊടുക്ക ഇവൾക്ക്. അടക്കോ ഒതുക്കൊക്കെ കുറച്ച് കുറവായി പെണ്ണിന്. ആന്റി സാരമില്ല, രോഹിത്തിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വന്നാ മതി. എനിക്ക് ഗ്രേസ് മാർക്കിന്റെ ആവശ്യമില്ല, ഫുൾ എ പ്ലസ്. ഇത് കണ്ടിട്ടെ പെട്ടെന്നൊരു സിനിമ ഡയലോഗ് ഓർമ്മ വരുന്നു. ഇയാൾ ഇത്ര കാലം എവിടെയായിരുന്നു? ശരിയാ, ഈ മതളകിയ കൊമ്പനെ തിളയ്ക്കാനേ മാതംഗ ശാസ്ത്രം പഠിച്ചോരെന്നെ വേണല്ലോ. അവള് പെട്ടു. അതെ, ഇനി വേണമെങ്കിൽ ഈ ഷർട്ട് നീ തന്നെ വെച്ചോ. താങ്ക് യു മാഡം. ഗോപിയേട്ടനോ അമ്പാലിക കുഞ്ഞമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞങ്ങള് റോഷ്നി അർജുനുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാനാ വസുമതി വന്നത്. ചായ ഒന്നും വേണമെന്നില്ല, അവിടെ വെച്ചോളൂ. അല്ല, കല്യാണത്തിന്റെ കാര്യം ഇനി എന്ത് സംസാരിക്കാനാ? തീയതി തീരുമാനിച്ചു, കുറിയടിച്ചു, ആൾക്കാരെ ക്ഷണിച്ചു കഴിഞ്ഞു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത്, അക്കാര്യം പ്രത്യേകം അറിയിക്കാനാ വന്നത്. ഗോപിയേട്ടൻ കാര്യം തെളിച്ചു പറയും. കാര്യങ്ങൾ തെളിച്ച് സംസാരിക്കുന്നതാ വസുമതി എനിക്കും ഇഷ്ടം. ഞങ്ങള് ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല, ചില ശ്രുതികൾ ഞങ്ങളുടെ ചെവിയിലും എത്തുന്നുണ്ട്. അർജുൻ ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ആ കുട്ടിയുമായിട്ടുള്ള ഡിവോഴ്സ് ആയിട്ടില്ലെന്നും അറിഞ്ഞ് ഈ ബന്ധത്തിന് തയ്യാറായവരാ ഞങ്ങള്. വേറെ നല്ല പയ്യന്മാരെ കിട്ടാത്തതുകൊണ്ടല്ല വസുമതി, കഥകൾ എന്തു ആയിക്കോട്ടെ, പക്ഷെ ഇനി ആ ബന്ധം തുടരാൻ പാടില്ല. ഹേ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്നിട്ടാണോ വസുമതി തൊട്ടില് കെട്ടാനും താരാട്ട് പാടാനും ഒക്കെ അവൻ അവളുടെ കൂടെ നടക്കുന്നത്? തെക്കുംകൂർ കോവിലകം എന്ന് പറഞ്ഞ അന്തസ്സും അഭിമാനമുള്ളവരാ, പറഞ്ഞ വാക്ക് മാറ്റാറുമില്ല. ഞങ്ങള് റോഷ്നി അർജുനുമായിട്ടുള്ള വിവാഹത്തിന് നാടടച്ച് ക്ഷണിച്ചിട്ടുമുണ്ട്. ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല.
പിന്മാറുമെന്ന് ആര് പറഞ്ഞു? പിന്മാറാൻ പറ്റില്ല എന്ന് തന്നെയാ പറഞ്ഞത്. ഈ ബന്ധം നടക്കണം. വാക്ക് തന്നത് വസുമതിയാ. ഞങ്ങൾക്ക് മറുപടി തരേണ്ടതും വസുമതി തന്നെയായിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. പറയാനുള്ളത് പറഞ്ഞു. മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം. കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം അച്ഛൻ രാജീവ് സാറിനോടും വീട്ടുകാരോടും സംസാരിച്ചെങ്കിൽ ഇതുവരെ സാറെന്താ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്തത്? വല്യേച്ചി കഴിച്ചോ? എന്നാ അമ്മ കഴിച്ചിട്ടില്ല. അതൊക്കെ എന്തിനാ എന്നോടൊന്ന് പറയുന്നേ? അമ്മയോട് പോയി പറ വേണേ കഴിക്കാനായിട്ട്. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആ ഉമ്മന്നോ? അതെന്താ അമ്മയ്ക്ക് വേണ്ടാത്തെന്ന് അറിയണ്ടേ വല്യേച്ചിക്ക്? നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറ, വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കാനായിട്ട്. പകൽ അച്ഛൻ ഇവിടെ വന്നപ്പോ വല്യേച്ചി എന്തോ ഡിമാൻഡ് മുന്നോട്ട് വെച്ചില്ലേ? അതുകൊണ്ട് എന്നെ അമ്മയുടെ വയറ് നിറഞ്ഞിരിക്കുക എന്നമ്മ പറഞ്ഞോ? അമ്മയൊന്നും പറയില്ലല്ലോ, അതാണ് അമ്മയുടെ കുഴപ്പം. ഇവിടെ ഒരു തള്ളെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. അമ്മയുടെ സങ്കടം കണ്ട് കുത്തി കിഴിഞ്ഞ് ചോദിച്ചപ്പോ അവരാ എന്നോട് കാരണം പറഞ്ഞത്. നീ അങ്ങനെ കുത്തിക്കിഴിയാനൊന്നും നിക്കണ്ടായിരുന്നല്ലോ, എന്നോടങ്ങ് നേരിട്ട് ചോദിച്ചാ മതിയായിരുന്നല്ലോ. ആ അത് ശരിയാ. ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ മൂല കാരണം ചേച്ചിയാണെന്ന് നേരത്തെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ. ചേച്ചി അല്ലാതെ വേറെ എന്താ ഇവിടെ ഇപ്പൊ പ്രശ്നം? ഞാൻ മാത്രം ഈ വീട്ടിലെ പ്രശ്നം അല്ലേടി? സംശയം എന്താ? വല്യേച്ചിയെ പോലെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടതാ കുഞ്ഞേച്ചിയെ. 10ന്റെ പൈസ ചോദിച്ചോണ്ട് കുഞ്ഞേച്ചി ഇതുവഴി എങ്ങാനും വരുന്നുണ്ടോ? അമ്മയുടെ സ്ത്രീധന തുകയുടെ കണക്ക് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ അച്ഛന്റെ വീടിന്റെ അലമാര തപ്പുന്നില്ലല്ലോ. പരമ കഷ്ടം തന്നെ. കെട്ടിച്ചു വിട്ട ഭർത്താവിന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴ നാരാണെന്നേ പറയുള്ളൂ നാട്ടുകാര്. നാണക്കേട്. നിനക്ക് ഞാൻ നാണക്കേട് ഉണ്ടാക്കി അല്ലേടി? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയും ശാരിക ഇതുവരെ ചെയ്തിട്ടില്ല. കെട്ടിച്ചു വിടുന്നതിന് മുമ്പും ശേഷവും കണ്ട പയ്യന്മാരുടെ ബൈക്കിന് പുറകിലൊന്നും ശാരിക ഊരി ചുറ്റാൻ പോയിട്ടില്ല. ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ ഒപ്പോ, എന്റെ രാജീവ് സാറിനൊപ്പം. സാറിന്റെ നട്ടലിപ്പം നിനക്ക് ബലം പോരല്ലേടി? സാറിന്റെ നട്ടലിന്റെ സ്ഥാനത്തെ വാഴനാരായിരുന്നെങ്കിലേ ഇപ്പൊ മയക്കുമരുന്ന് അടിച്ച് ചീഞ്ഞു നോറി കടന്നേനെ നീ. അല്ലെങ്കില് ശാരി എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത് നീ. എന്തു പറയുന്നു? എന്തു പറയുന്നു? നീ എന്തു പറയുന്നു? മതി, രണ്ടാളും നിർത്തിക്കേ. അമ്മ ഇവള് പറയട്ടെ. ഇവളോ? അതെ, എന്താ നിനക്ക് പറയാനുള്ളതെന്ന്? നിന്റെ ഭ്രാന്തൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, എനിക്ക് ഭ്രാന്താ, ഭ്രാന്ത്. ഇവളെ കൊല്ലാനിരിക്കുന്നു. നീ എന്താടി പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇവക്ക് ഭ്രാന്താ, നല്ല മുഴുത്ത ഭ്രാന്ത്. ശാരി, ഇവൾ ഒരു കാലത്ത് നേരെയാകാൻ പോകുന്നില്ല. നിർത്ത്, കൊണ്ടുപോയി ചങ്ങലക്കിടമ്മേ. ഇവിടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ. എന്താ നോക്കുന്നേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ ഇനി?
ജീവിതത്തിൽ ഒരിക്കലും അവളെ ഓർമ്മിപ്പിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ച കാര്യ നീ ഇപ്പോ. അവൾ എന്നെ കൊണ്ടത് പറയിപ്പിച്ചതല്ലേ അമ്മേ? അവൾ ആരാ സ്വത്തിന്റെ കണക്ക് ചോദിക്കാൻ? നീ ആരാ? എന്റെ സ്വത്തിന് നിനക്കെന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ തുല്യ അവകാശം അവക്കും ശാലിനിക്കും ഉണ്ട്. അതൊന്നും കണക്ക് പറഞ്ഞു വാങ്ങേണ്ടതല്ല മോളെ. എടി, ഇതിനു മുമ്പ് നമുക്കിടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏത് ബന്ധത്തിലായാലും പണത്തിന്റെ കണക്കെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബന്ധം ചീത്തയാവാൻ തുടങ്ങിയെന്ന അർത്ഥം. നീ മാറിക്കൊണ്ടിരിക്കുക ശാരി. ഇപ്പൊ കണ്ണാടിയിൽ നോക്കിയ 2 വർഷം മുമ്പത്തെ ശാരികയെ നിനക്കവിടെ കാണാൻ കഴിയില്ല. ശ്യാമ ചീത്തയാ, ശ്യാമ ചീത്തയാ. അല്ല, ഇത്രയും ആയ സ്ഥിതിക്ക് സുസ്മിതയുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട വിഷ്ണുട്ടാ. ആ ഷർട്ട് അങ്ങ് വാങ്ങിച്ചേക്ക്. റോഹിത്തെ, ഇത് നീ വെച്ചോ. റോഹിത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ. രോഹിത്തിന് വേണ്ടി ഒരാൾ ഇഷ്ടത്തോടെ വാങ്ങിയതല്ലേ? വാങ്ങിച്ചോ രോഹിത്തെ, കൊണ്ടുപോയിക്കോ. അതിന് തരാൻ എന്നൊന്ന് കാണണമല്ലോ. ഞാൻ രോഹിത്തിനൊരു ഷർട്ട് ഗിഫ്റ്റായി കൊടുത്തതാ. എന്നെ നീ മനഃപൂർവ്വം പെടുത്തു തരുന്നല്ലേടി. നിനക്കുള്ളത് വെച്ചിട്ടുണ്ട് ഞാൻ. ആ, അത് തന്നെ ചെയ്യാം. വീഴ്ത്താൻ ഇതൊക്കെ മതിയടി. ഇനിയാണ് കാഴ്ച. നീ വീണ് നടു ഒടിയുന്നത് ലൈവായിട്ട് കാണണം എനിക്ക്. എടാ, ഇന്ന് നല്ല ക്ഷീണം ഉണ്ടാ. ബാക്കിയൊക്കെ നാളെ.
വീഴാൻ പോയതാ. വീണല്ലോ. ക്ഷീണം ഉണ്ടെന്ന് ഫോണിൽ പറയുന്ന കേട്ടല്ലോ. ക്ഷീണം ഉണ്ടായിരുന്നു, ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറിപ്പോയി. ഇപ്പോ ഭയങ്കര ഉഷാറാ. ഇതും കൂടി കാണേണ്ടി വന്നല്ലോ. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഇരിക്ക്. എവിടെ? അവൾ അങ്ങനെ അങ്ങ് വിലസാൻ പാടില്ലല്ലോ. ഇതിനൊരു മറുപണി കൊടുക്കണം. ആ, അത് തന്നെ ഐഡിയ. വിഷ്ണുവേട്ടൻ എന്റെയാ. ഇപ്പൊ ശരിയാക്കി തരാം. ഒന്നും അറിയാത്ത പോലെ നടന്നു ചെന്ന് വെള്ളത്തിൽ ചവിട്ടി വിഷ്ണുവേട്ടന്റെ ദേഹത്തേക്ക് വീഴാം. രോഹിത്, ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യില്ല സുസ്മിതേ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അത് അങ്ങനെയല്ല. പിന്നെ സുസ്മിതേ, സുസ്മിതേ, കുറച്ചൊക്കെ അടക്കം ഒതുക്കൊക്കെ വേണമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? ഞാൻ വീഴാൻ പോയതാ ആന്റി. മനസ്സിലായി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? വേറെ എന്ത് പറയാനാ? ഒന്നുമില്ല. മോശം. രോഹിത്, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് സംസാരിക്കണം. ഓക്കെ? നിന്നിങ്ങനെ ചമ്മണ്ട, പൊക്ക. വിഷ്ണുട്ടാ, ഇന്നേ ഇവിടെ എന്തെങ്കിലും നടക്കും. രോഹിത് അന്വേഷിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയോ? നിന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞവളെ? ഇല്ല സത്യാമ്മേ. അവളെ കണ്ടെത്താൻ കഴിയുന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ? അതിനാണ് സത്യാമ്മേ ശ്രമം. അവളെ മറക്കാൻ കഴിയോ എന്നേക്കുമായിട്ട്?
ഞാനൊരു കാര്യം പറഞ്ഞ രോഹിത് കേൾക്കൂ? സത്യമ്മ പറയണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ അല്ല രോഹിത് കല്യാണം കഴിക്കേണ്ടത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാ. ഈ സത്യഭാമ ലോകം കുറെ കണ്ടതാ. അങ്ങനെ ഒരു പെൺകുട്ടി വന്ന രോഹിത് വിവാഹത്തിന് സമ്മതിക്കണം. എന്താ, സമ്മതമല്ലേ? ആ, സമ്മതമാണ് സത്യമ്മേ. ആ, രോഹിത്തിന്റെ അമ്മയുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. സന്തോഷമായിരിക്കും രോഹിത്. നിന്റെ വിവാഹം ഉടൻ തന്നെ നടക്കും, നല്ലൊരു പെൺകുട്ടിയുമായിട്ട്. ഏയ്.